വത്തിക്കാൻ ഡയറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. റഷ്യൻ ഓർത്തഡോക്സ് പാത്രിയാർക്ക കിറിലിന്റെ പ്രതിനിധി വോളോക്കോലമസ്കിലെ മെട്രോപൊളിറ്റൻ അന്തോണിയുമായി ലയോ 14 പാപ്പ കഴിഞ്ഞ ആഴ്ച വത്തിക്കാൻ നടത്തിയ കൂടിക്കാഴ്ച ശ്രദ്ധേയമായി. ഇരുവരും തമ്മിൽ ഔദ്യോഗികമായി നടന്ന ആദ്യത്തെ കണ്ടുമുട്ടലായിരുന്നു അത്. മോസ്കോ പാത്രിയർക്കേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഫോർ എക്സ്റ്റേണൽ ചർച്ച് റിലേഷൻ പ്രസിഡന്റ് കൂടിയായ മെട്രോപൊളിറ്റൻ അന്തോണി ഇതിനകം നിരവധി തവണ വത്തിക്കാൻ സന്ദർശിച്ചിട്ടുള്ള വ്യക്തിയാണ്. 2022 ജൂണിലാണ് അദ്ദേഹം ആദ്യമായി വത്തിക്കാനിലെത്തിയത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുമായുള്ള അവസാനത്തെ കൂടിക്കാഴ്ച 2024 ജൂലൈ 11 നടന്നത്. 2022 സെപ്റ്റംബറിൽ കസാക്കിസ്ഥാനിൽ നടന്ന മതാന്തര ഉച്ചകോടിയിലും ഇരുവരും തമ്മിൽ കണ്ടുമുട്ടിയിരുന്നു. മാർപ്പാപ്പമാരിൽ ലയോ എന്ന പേര് സ്വീകരിച്ച 14ാമത്തെ പാപ്പയാണ് നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ. ഇനി നമുക്ക് പോപ്പ് ലയോ 1 പാപ്പയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ അറിയാം. സഭാചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർപ്പാപ്പമാരിൽ ഒരാളായിട്ടാണ് ലയോ 1 പാപ്പയെ കരുതുന്നത്. ലയോ ദ ഗ്രേറ്റ് എന്നും അറിയപ്പെടുന്ന അദ്ദേഹം മാർപ്പാപ്പമാരിൽ ആദ്യമായി ഗ്രേറ്റ് എന്ന വിശേഷണം ലഭിച്ച വ്യക്തിയായിരുന്നു. പോപ്പ് സിക്സ്റ്റസ് 3 പിൻഗാമിയായിട്ടാണ് ലയോ പാപ്പ ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കപ്പെട്ടത്. പുരാതന സഭയിലെ മാർപ്പാപ്പമാരിൽ ഏറ്റവും മികച്ച ഭരണം കാഴ്ചവെച്ച പാപ്പമാരിൽ ഒരാളും ലയോ ദ ഗ്രേറ്റ് ആയിരുന്നു. പെലാജിയനിസം, മാനിക്കേയിസം തുടങ്ങിയവയ്ക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ മാർപ്പാപ്പക്കാലം. ദൈവത്തിന്റെ കൃപയും സഹായവും ഇല്ലാതെ നമുക്ക് സ്വയം പൂർണ്ണരാകാൻ കഴിയുമെന്ന ധാരണയായിരുന്നു പെലാജിയനിസത്തിന്റെ അടിത്തറ. അതുപോലെ മനുഷ്യ ശരീരത്തിന്റെയും സൃഷ്ടിയുടെയും നന്മയെ നിഷേധിക്കുന്നതായിരുന്നു മാനിക്കേയിസം. യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ അർത്ഥത്തെ തന്നെയാണ് മാനിക്കേയിസം ചോദ്യം ചെയ്തത്. ഇവയ്ക്കെല്ലാമെതിരെ ശക്തമായ പ്രബോധനം നൽകുവാനും സുവിശേഷ സന്ദേശത്തിന്റെ കാതലായ ഭാഗത്തെ ഉയർത്തിപ്പിടിക്കാനും ലയോ ദ ഗ്രേറ്റ് ശ്രദ്ധിച്ചിരുന്നു. വേദനയും കഷ്ടപ്പാടുകളും ആവശ്യങ്ങളും നിറഞ്ഞ ഒരു ലോകത്ത് ജീവിക്കുക എന്നതാണ് സുവിശേഷത്തിന്റെ പൂർണ്ണത അനുസരിച്ച് ജീവിക്കുന്നത് കൂടാതെ ഒരു ക്രൈസ്തവന്റെ ധർമ്മവും കടമയുമെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ആത്മീയ പ്രഭാഷണങ്ങളിലൂടെയും ലയോ ദ ഗ്രേറ്റ് ശ്രദ്ധേയനായിരുന്നു. പാപ്പയുടെ ഏകദേശം 100 പ്രസംഗങ്ങളും 150 കത്തുകളും ഇന്നും സംരക്ഷിക്കപ്പെടുകയും അതിൽ തന്നെ ക്രിസ്തുമസിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇന്നും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. 461 നവംബർ 10 അദ്ദേഹം ദിവംഗതനായി. 1754 ബെനഡിക്ട് 14 പാപ്പ ലയോ 1 പാപ്പയെ ഡോക്ടറായി പ്രഖ്യാപിച്ചു. നവംബർ 10 അദ്ദേഹത്തിന്റെ തിരുനാൾ ആചരിക്കുന്നത്. കാസിൽ ഗൊണ്ടോൽഫിൽ നിന്ന് തിരികെ എത്തിയ ലയോ മാർപ്പാപ്പ ബുധനാഴ്ചകളിലെ പൊതുദർശന പരിപാടി പുനരാരംഭിച്ചു. ഇടവേളയ്ക്ക് ശേഷം പാപ്പ നടത്തിയ പൊതുദർശന പരിപാടിയുടെ വിശേഷങ്ങളിലേക്ക്. പൊതുദർശന പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയവരിൽ പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെട്ടത് യുവജന ജൂബിലിയോടനുബന്ധിച്ച് 140ലേറെ രാജ്യങ്ങളിൽ നിന്നെത്തിയ യുവതി യുവാക്കളായിരുന്നു. വെളുത്ത വാഹനത്തിൽ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെത്തിയ പാപ്പയെ കണ്ടപ്പോൾ യുവജനങ്ങളുടെ ആവേശം സീമാതീതമായിരുന്നു. ജനങ്ങളുടെ ഇടയിലൂടെ കടന്നുപോയ പാപ്പ ഇടയ്ക്ക് വാഹനം നിർത്തി പിഞ്ചുകുഞ്ഞുങ്ങളെ ആശീർവദിക്കുകയും ചെയ്തു. മാർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള തിരുവചന ഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പാപ്പ പൊതുദർശന പരിപാടിയിൽ വചന സന്ദേശം നൽകിയത്. മനുഷ്യാന്തസ്സിനെ ഹനിക്കുന്ന വിധത്തിലുള്ള അക്രമത്തിന്റെയും വിദ്വേഷത്തിന്റെയുമായ അന്തരീക്ഷത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്നും അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ സൗഖ്യം നമുക്ക് ആവശ്യമാണെന്നും പാപ്പ പറഞ്ഞു. തെറ്റിദ്ധരിക്കപ്പെടുകയും മനസ്സിലാക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ദുരനുഭവങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് ഒഴിവാക്കാനും നമ്മുടെ ആശയവിനിമയ രീതി സുഖപ്പെടുത്താനും കർത്താവിനോട് നാം അപേക്ഷിക്കണം. പുരുഷന്റെ രക്ഷാകര ശക്തി അനുഭവിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ യഥാർത്ഥത്തിൽ അറിയുന്നുവെന്ന് പറയാനാകും. യേശുവിന്റെ ശിഷ്യരാകാൻ കുറുക്കു വഴികളൊന്നുമില്ല, പാപ്പ ഓർമ്മിപ്പിച്ചു. വെളിച്ചമേ നയിച്ചാലും ഈ പ്രശസ്ത വരി കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ഈ വരികൾക്ക് ഉടമയായ വിശുദ്ധ ഹെൻറി ന്യൂമാനെ കത്തോലിക്ക സഭ ഡോക്ടർ ഓഫ് ദ ചർച്ചായി പ്രഖ്യാപിക്കുന്നു. ലയോ 14 പാപ്പ വിശുദ്ധ ഹെൻറി ന്യൂമാനെ ഡോക്ടർ ഓഫ് ദ ചർച്ചായി പ്രഖ്യാപിക്കാൻ പോകുന്നു. ജൂലൈ 31 ഇത് സംബന്ധിച്ച പരിശുദ്ധ സിംഹാസനം പ്രഖ്യാപനം നടത്തിയത്. പഠനം വഴിയോ എഴുത്തുമൂലമോ ദൈവശാസ്ത്രപരമായി പ്രത്യേക സംഭാവനകൾ നൽകിയ വിശുദ്ധരെയാണ് ഈ പദവി നൽകി സഭ ആദരിക്കുന്നത്. വളരെ അഭിമാനകരമായ ഒരു പദവിയാണ് വേദപാരംഗതർ എന്നത്. നിലവിൽ 37 വിശുദ്ധരെയാണ് സഭ പ്രസ്തുത പദവി നൽകി ആദരിച്ചിരിക്കുന്നത്.
ആ പട്ടികയിലേക്ക് 38ാമത്തെ ആളായിട്ടാണ് വിശുദ്ധ ഹെൻറി ന്യൂമാനെ ലയോ 14 പാപ്പ ചേർക്കാൻ പോകുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ കാലത്ത് 2 വിശുദ്ധരെയാണ് ഡോക്ടർ ഓഫ് ദി ചർച്ചായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2015 ഗ്രിഗറി ഓഫ് നാരക്കനെയും 2022 ലയോണിലെ വിശുദ്ധ ഐറേനിയൂസിനെയും. ബെനഡിക്ട് 16 പാപ്പ 2012 2 പേരെയാണ് പ്രസ്തുത പദവിയിലേക്ക് ഉയർത്തിയത്. ബിൻഗനിലെ വിശുദ്ധ ഹിൽഡെഗാർഡും ആവിലായിലെ വിശുദ്ധ ജോണുമായിരുന്നു അവർ. 37 വേദപാരംഗതരിൽ 4 പേർ സ്ത്രീകളാണ്. ആവിലായിലെ വിശുദ്ധ തെരേസ, സിയന്നയിലെ വിശുദ്ധ കാതറിൻ, ലിസ്യുവിലെ വിശുദ്ധ തെരേസ, ബെൻഗനിലെ വിശുദ്ധ ഹിൽഡെഗാർഡ് എന്നിവരാണ് അവർ. വിശുദ്ധ ഗ്രിഗറി ദ ഗ്രേറ്റ്, വിശുദ്ധ അംബ്രോസ്, ഹിപ്പോയിലെ വിശുദ്ധ അഗസ്റ്റിയൻ, വിശുദ്ധ ജെറോം, വിശുദ്ധ തോമസ് അക്വിനാസ്, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം, മഹാനായ വിശുദ്ധ ബേസിൽ, നാസിയാൻസിലെ വിശുദ്ധ ഗ്രിഗറി, വിശുദ്ധ അത്തനാസിയസ്, വിശുദ്ധ ബോണവെഞ്ചർ, കാൻഡർബറിയിലെ വിശുദ്ധ അൻസം, സെവില്ലയിലെ വിശുദ്ധ ഇസിദോർ, വിശുദ്ധ പീറ്റർ ക്രിസോളോഗോസ്, മഹാനായ വിശുദ്ധ ലിയോ, വിശുദ്ധ പീറ്റർ ഡാമിയൻ, ക്ലെയർവോക്സിലെ വിശുദ്ധ ബെർണാഡ്, പോയിറ്റേഴ്സിലെ വിശുദ്ധ ഹിലാരി, വിശുദ്ധ അൽഫോൺസ് ലിഗോരി, വിശുദ്ധ ഫ്രാൻസിസ് ദ സാലസ്, അലക്സാൻഡ്രിയയിലെ വിശുദ്ധ സിറിൽ, ജെറുസലേമിലെ വിശുദ്ധ സിറിൽ, വിശുദ്ധ ജോൺ ഡമാസ്കീൻ, വിശുദ്ധ ബേഡ് ദി വെനറബിൾ, വിശുദ്ധ എഫ്രേം, വിശുദ്ധ പീറ്റർ കനീഷ്യസ്, കുരിശിന്റെ വിശുദ്ധ ജോൺ, വിശുദ്ധ റോബർട്ട് ബെല്ലാർമീൻ, വിശുദ്ധ ആൽബർട്ട് മാഗ്നസ്, പാതുവായിലെ വിശുദ്ധ അന്തോണീസ്, ബ്രിൻഡിസിയിലെ വിശുദ്ധ ലോറൻസ്, ആവിലായിലെ വിശുദ്ധ ജോൺ, നരേക്കിലെ വിശുദ്ധ ഗ്രിഗറി, ലിയോണിലെ വിശുദ്ധ ഐറേനിയസ് എന്നിവരാണ് മറ്റ് വേദപാരംഗതർ. 1801 ഫെബ്രുവരി 21 ലണ്ടനിൽ ഒരു ആംഗ്ലിക്കൻ കുടുംബത്തിലായിരുന്നു വിശുദ്ധ ഹെൻറി ന്യൂമാന്റെ ജനനം. 1824 അദ്ദേഹം ആംഗ്ലിക്കൻ സഭയിലെ ഡീക്കനായി അഭിഷിക്തനായി. 1 വർഷം കഴിഞ്ഞപ്പോൾ വൈദികനും. 1843 വിശുദ്ധ ഹെൻറി ന്യൂമാന്റെ ജീവിതത്തിൽ പല മാറ്റങ്ങൾക്കും തുടക്കം കുറിക്കപ്പെട്ട വർഷമായിരുന്നു. ആംഗ്ലിക്കൻ ഇടവക വൈദികനായി സേവനം ചെയ്യുകയായിരുന്ന അദ്ദേഹം പ്രസ്തുത പദവി രാജിവെച്ചു. 1845 ഒക്ടോബർ 9 അദ്ദേഹം കത്തോലിക്ക സഭയിൽ അംഗമായി. ഇറ്റാലിയൻ പാഷനിസ്റ്റ് വൈദികനായിരുന്ന ഡൊമിനിക്കോ ബാർബറിയുടെ സ്വാധീനമായിരുന്നു വിശുദ്ധ ഹെൻറി ന്യൂമാന്റെ കത്തോലിക്ക സഭയിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായത്. 1846 കോൺഗ്രിഗേഷൻ ഓഫ് ദ ഓറട്ടറി ഓഫ് സെന്റ് ഫിലിപ്പ് നേരി സന്യാസ സമൂഹത്തിൽ ചേർന്ന് കത്തോലിക്ക വൈദികനായി. ബിർമിംഗ്ഹാമിൽ ആദ്യത്തെ ഇംഗ്ലീഷ് ഓറട്ടറി സ്ഥാപിച്ചത് അദ്ദേഹമായിരുന്നു. ലയോ 13 പാപ്പ 1879 മെയ് മാസത്തിൽ വിശുദ്ധ ഹെൻറി ന്യൂമാനെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തി. 1890 ഓഗസ്റ്റ് 11 വിശുദ്ധ ഹെൻറി ന്യൂമാൻ സ്വർഗപ്രാപ്തനായി. അദ്ദേഹത്തിന്റെ നാമകരണ നടപടികൾക്ക് തുടക്കം കുറിച്ചത് 1958 1991 വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ കർദിനാൾ ഹെൻറി ന്യൂമാനെ ധന്യനായി പ്രഖ്യാപിച്ചു. 2019 ഒക്ടോബർ 13 ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാൾ ന്യൂമാനെ വിശുദ്ധനായും പ്രഖ്യാപിച്ചു. ഇനി അല്പം സാമ്പത്തിക കാര്യങ്ങളായാലോ. അതും വത്തിക്കാന്റെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചാകുമ്പോൾ കൗതുകം കൂടും. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ പാട്രിമണി ഓഫ് ദ അപ്പസ്തോലിക് 2024 വത്തിക്കാന്റെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചു. അതനുസരിച്ച് വത്തിക്കാന് 2024 62 മില്യൺ യൂറോയുടെ ലാഭം നേടാൻ സാധിച്ചിട്ടുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന വത്തിക്കാനും പോപ്പ് ലയോ 14 ഇതേറെ ആശ്വാസകരമായിരിക്കുമെന്നാണ് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വത്തിക്കാന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഭരണ സംവിധാനമാണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ പാട്രിമണി ഓഫ് ദ അപ്പസ്തോലിക്. 1967 ഇത് സ്ഥാപിതമായത്. പക്ഷേ വരവ് ചെലവ് കണക്കുകൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് 2021 മുതൽക്കാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ സുതാര്യത കൊണ്ടുവരുന്നതിനായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരമാണ് കണക്കുകൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. വർഷങ്ങളായി വത്തിക്കാൻ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ ഭൂരിപക്ഷം പേർക്കും വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. എന്നാൽ അതാണ് വാസ്തവം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വത്തിക്കാന് ആസ്തികളേറെയുണ്ട്. ഉദാഹരണത്തിന് ഇറ്റലിയിൽ 4234 ലണ്ടനിൽ 1200 റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികൾ വത്തിക്കാനുണ്ട്. കൂടാതെ പാരീസ്, ജനീവ, സ്വിറ്റ്സർലാൻഡ് തുടങ്ങി ഒട്ടുമിക്ക വൻകിട നഗരങ്ങളിലും ആസ്തികളുണ്ട്. പക്ഷേ ഈ ആസ്തികളിൽ നിന്ന് കേവലം 2% മാത്രമാണ് വാടക ഇനത്തിൽ വത്തിക്കാന് വരുമാനം ലഭിക്കുന്നത്. ആകെ ആസ്തിയുടെ 20% നിന്ന് മാത്രമേ കാര്യമായി വരുമാനം ലഭിക്കുന്നുള്ളൂ. വത്തിക്കാന്റെയോ പള്ളികളുടെയോ സന്നദ്ധ ഓഫീസുകളായി പ്രവർത്തിക്കുന്നവയാണ് 70% കെട്ടിടങ്ങളും. 11% കെട്ടിടങ്ങളാകട്ടെ വത്തിക്കാൻ ജീവനക്കാർക്ക് കുറഞ്ഞ വാടകയ്ക്ക് നൽകിയിരിക്കുന്നവയുമാണ്. US, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ധനസഹായവും ലോകമെങ്ങുമുള്ള കത്തോലിക്കരിൽ നിന്ന് വർഷം തോറും ശേഖരിക്കുന്ന പത്രോസിന്റെ കാശുമാണ് വത്തിക്കാന്റെ പ്രധാന വരുമാന മാർഗം. കോവിഡ് കാലത്ത് വത്തിക്കാന്റെ സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമാണെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. ഇത്രയും പറയുമ്പോൾ മാർപ്പാപ്പയുടെ വരുമാനത്തെക്കുറിച്ച് കൂടി ചിലർക്ക് ആകാംക്ഷയുണ്ടാകും. മാർപ്പാപ്പയ്ക്ക് ശമ്പളമുണ്ടോ? അങ്ങനെയൊരു സംശയം ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാകും. കാരണം വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ നേതാവും ആഗോള കത്തോലിക്ക സഭയുടെ തലവനുമാണല്ലോ അദ്ദേഹം. ഫോർച്യൂണിന്റെ റിപ്പോർട്ട് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റിന് ലഭിക്കുന്ന ശമ്പളത്തിന് തുല്യമായ ശമ്പളം മാർപ്പാപ്പയ്ക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ്. അതായത് $33,000.
ഇന്ത്യൻ കണക്കനുസരിച്ച് 28 ലക്ഷത്തിലധികം രൂപ. പക്ഷേ കത്തോലിക്ക സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു മാർപ്പാപ്പയും തങ്ങൾക്ക് ലഭിക്കാൻ അവകാശമുള്ള ഈ തുക സ്വീകരിച്ചിട്ടില്ല എന്ന് മനസ്സിലാവും. ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തിപരമായ ഒരു വരുമാനവും സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ പാപ്പയ്ക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ, മരുന്ന്, താമസം, ഭക്ഷണം, വാഹനം എന്നിവയെല്ലാം സൗജന്യമാണ് ദാനം. വത്തിക്കാൻ ഒബ്സർവേറ്ററിയുടെ ഡയറക്ടറായി ഇന്ത്യക്കാരനായ ഈശോസഭ വൈദികൻ റിച്ചാർഡ് ഡിസൂസ SJ-യെ ലയോ പതിനാലാമൻ പാപ്പ നിയമിച്ചു. മുൻ തലവൻ വിരമിച്ച ഒഴിവിലേക്കാണ് പുതിയ നിയമനം. സെപ്റ്റംബർ 15-നാണ് മുൻഗാമി തൽസ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിന് മുമ്പ് തന്നെ പുതിയ നിയമനത്തെക്കുറിച്ചുള്ള നടപടികൾ പുരോഗമിച്ചു വരികയായിരുന്നുവെന്ന് ലയോ പതിനാലാമൻ പാപ്പ അറിയിച്ചു. 2016 മുതൽ ഒബ്സർവേറ്ററിയിൽ സ്റ്റാഫ് മെമ്പറായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഫാദർ റിച്ചാർഡ് ഡിസൂസ. 1978-ൽ ഗോവയിലാണ് ഫാദർ ഡിസൂസ ജനിച്ചത്. 1996-ൽ ഈശോ സഭയിൽ അംഗമായ അദ്ദേഹം 2011-ൽ വൈദികനായി. പൂനെ ജ്ഞാനദീപയിലായിരുന്നു ഫിലോസഫി തിയോളജി പഠനം. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററിയാണ് വത്തിക്കാൻ്റേത്. നിലവിലുള്ള ഒബ്സർവേറ്ററി 1891-ൽ പോപ്പ് ലിയോ 13 പാപ്പയാണ് സ്ഥാപിച്ചത്. അടുത്ത ലോക യുവജന ദിനം 2027 ഓഗസ്റ്റിൽ 3 മുതൽ 8 വരെ തീയതികളിലായി സൗത്ത് കൊറിയയിലെ സിയോളിൽ നടക്കും. റോമിൽ യുവജന ജൂബിലി ആഘോഷവേളയുടെ സമാപനത്തിലാണ് പാപ്പ ഈ വിവരം അറിയിച്ചത്. ധൈര്യമായിരിക്കുക, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്നതാണ് ലോക യുവജന ദിനത്തിൻ്റെ പ്രമേയം. സൗത്ത് കൊറിയയിൽ ആദ്യവും ഏഷ്യയിൽ രണ്ടാമതുമാണ് ലോക യുവജന സംഗമം നടക്കുന്നത്. 1995-ൽ ഫിലിപ്പൈൻസിലെ മനിലയിലാണ് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ആദ്യമായി ലോക യുവജന ദിനം നടന്നത്. ജൂബിലിക്കിടയിൽ അപ്രതീക്ഷിത മരണം, കണ്ണീരണിഞ്ഞ യുവജനങ്ങൾ. റോമിലെ യുവജന ജൂബിലിക്കിടയിൽ നടന്ന ചില ദുഃഖകരമായ വാർത്തകളിലേക്ക്. വത്തിക്കാനിൽ നടക്കുന്ന യുവജന ജൂബിലിയിൽ പങ്കെടുക്കാനെത്തിയ പെൺകുട്ടികളുടെ അപ്രതീക്ഷിത മരണം യുവജനാഘോഷങ്ങളുടെ സന്തോഷങ്ങളിൽ കണ്ണീര് വീഴ്ത്തി. പാസ്കാലെ റാഫിക് എന്ന ഈജിപ്തുകാരിയും മരിയ എന്ന സ്പാനിഷുകാരിയുമാണ് അപ്രതീക്ഷിതമായി വേർപിരിഞ്ഞത്. ഹൃദ്രോഗിയായിരുന്നു 18-കാരിയായ പാസ്കാലെ. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്ന പെൺകുട്ടിക്ക് ദേഹാസ്വാസ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വാൽമോട്ടൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ നിന്ന് കൊളെഫെറോ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനിടയിൽ മരണം സംഭവിക്കുകയായിരുന്നു. 20-കാരിയായ ക്യാൻസർ രോഗബാധിതയായിരുന്നു. പെൺകുട്ടികളുടെ മരണത്തിൽ മാർപ്പാപ്പ അനുശോചനം രേഖപ്പെടുത്തി. സ്പെയിൻകാരനായ ഇഗ്നാസിയോ ഗോൺസാലസ് എന്ന ചെറുപ്പക്കാരനെയും ദേഹാസ്വാസ്യത്തെ തുടർന്ന് ബാംബീനോ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പാപ്പ ഇഗ്നാസിയോയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. സമയം സന്ധ്യ 7:30. വത്തിക്കാന്റെ ആകാശത്തിലൂടെ ഒരു വെളുത്ത ഹെലികോപ്റ്റർ കടന്നുപോയി. അത് കണ്ട് യുവജനങ്ങൾ ആർത്തു വിളിക്കുകയും കരങ്ങൾ ഉയർത്തുകയും ചെയ്തു. വിശേഷം എന്താണെന്ന് കണ്ടുനോക്കാം. ആ ഹെലികോപ്റ്ററിലുണ്ടായിരുന്നത് ലയോ 14 പാപ്പയായിരുന്നു. സൂര്യാസ്തമയത്തിന്റെ ബിന്ദുവിൽ ആ ഹെലികോപ്റ്റർ മറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞ് പോപ്പ് മൊബൈലിൽ മാർപ്പാപ്പ പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴേക്കും യുവജനങ്ങളുടെ സന്തോഷം കരകവിഞ്ഞൊഴുകി. വി ലവ് പാപ്പ, വി ലവ് പാപ്പ അവർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു. അതിനുശേഷം ലയോ 14 പാപ്പ അവരിൽ ഒരാളായി. ജൂബിലി കുരിശ് കയ്യിലേന്തി പാപ്പ മുംബൈ നടന്നു. അദ്ദേഹത്തിന്റെ ഇരുവശങ്ങളിലും പുറകിലുമായി വിവിധ ദേശക്കാരായ യുവജനങ്ങൾ, വിവിധ സംസ്കാരങ്ങളിൽ നിന്നുള്ളവർ. പക്ഷേ ക്രിസ്തു എന്ന പൊതുവികാരവും സഭയെന്ന ഏകലക്ഷ്യവും അവരെ ഒരുമിച്ച് ചേർക്കുകയായിരുന്നു. റോമിൽ നടന്ന യുവജന ജൂബിലിയോട് അനുബന്ധിച്ച് ഓഗസ്റ്റ് 2-ന് സന്ധ്യയിലെ ജാഗരണ പ്രാർത്ഥനയോട് അനുബന്ധിച്ചായിരുന്നു മനോഹരമായ ഈ കാഴ്ചകൾ. യുവജന ജൂബിലിയുടെ തുടക്ക ദിവസം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച അവസരത്തിൽ പാപ്പ യുവജനങ്ങളുമായി സംവദിച്ചിരുന്നു. അമേരിക്ക, ഇറ്റലി, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ തിരഞ്ഞെടുത്ത 3 യുവജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് പാപ്പ ഉത്തരം നൽകി. തന്റെ മുൻഗാമികളായ ജോൺ പോൾ 2 പാപ്പ, ബെനഡിക്ട് 16 പാപ്പ, ഫ്രാൻസിസ് പാപ്പ എന്നിവരെ ലയോ 14 പാപ്പ ഉദ്ധരിച്ചു. ഓരോ ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോഴും എന്താണ് നല്ലതെന്ന് അറിയാനായി ദൈവത്തോട് ചോദിക്കുക, കർത്താവിനോടൊപ്പം ആയിരിക്കുക. നാം കർത്താവിനൊപ്പം ഇല്ലായെങ്കിൽ ആഗ്രഹിക്കുന്ന നന്മ നമുക്ക് ചെയ്യാൻ കഴിയില്ല, പാപ്പ ഓർമ്മിപ്പിച്ചു. സൗഹൃദത്തിന് ലോകത്തെ മാറ്റം വരുത്താൻ കഴിയുമെന്നും സൗഹൃദം സമാധാനത്തിലേക്കുള്ള വഴിയാണെന്നും മാർപ്പാപ്പ പറഞ്ഞു. റോമിലെ സർക്കസ് മാക്സിമസ് കഴിഞ്ഞ ആഴ്ച ലോകത്തിന് മുഴുവൻ ശ്രദ്ധയാകർഷിച്ച ഇടമായി മാറി. ജൂബിലിയിൽ പങ്കെടുക്കാനെത്തിയ യുവജനങ്ങൾ കുമ്പസാരിച്ചത് ഇവിടെയായിരുന്നു. അവന്റൈൻ പാലറ്റൈൻ കുന്നുകൾക്കിടയിലുള്ള താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേഡിയമാണ് സർക്കസ് മാക്സിമസ്. പുരാതന റോമിലെയും പിൽക്കാലത്തും ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലുതും ആദ്യത്തേതുമായ സ്റ്റേഡിയമാണ് സർക്കസ് മാക്സിമസ്.
1.5 ലക്ഷത്തോളം ആളുകളെ ഉൾക്കൊള്ളാനുള്ള വിസ്തൃതി ഇന്ന് ഇതിനുണ്ട്. ഡയോക്ലീഷ്യന്റെ ഭരണകാലത്ത് ഇരിപ്പിടങ്ങൾ തകർന്ന് 13,000 പേർ മരിച്ച സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റോമൻ മതപരമായ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട പൊതുവിനോദങ്ങളുടെ വേദിയായിരുന്നു പുരാതന കാലം മുതൽ ഇവിടം. കുതിര രഥ ഓട്ടങ്ങൾ, അത്ലറ്റിക്സ്, നാടകങ്ങൾ, മൃഗവേട്ട, ഗ്ലാഡിയേറ്റർ പോരാട്ടങ്ങൾ എന്നിവയ്ക്ക് പുറമെ പൊതുവായ വധശിക്ഷകളും ഇവിടെ അരങ്ങേറിയിരുന്നു. 6-ാം നൂറ്റാണ്ടിനു ശേഷം സർക്കസ് മാക്സിമസ് ഉപയോഗശൂന്യമാവുകയും ജീർണിക്കുകയും ചെയ്തു. 1587 സിക്സ്റ്റസ് 5-ാമൻ പാപ്പയുടെ കാലത്താണ് വീണ്ടും സർക്കസിന് പുനർജീവനം ഉണ്ടായത്. ഇപ്പോൾ സർക്കസ് മാക്സിമസ് നിരവധി പ്രോഗ്രാമുകൾക്ക് വേദിയാകുന്നുണ്ട്. ഇവിടെയാണ് യുവജന ജൂബിലിയോടനുബന്ധിച്ച് കുമ്പസാരം ക്രമീകരിച്ചിരുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 25,000 യുവജനങ്ങൾ ഇവിടെ കുമ്പസാരിച്ചു. 1000-ഓളം വൈദികർ വ്യത്യസ്തങ്ങളായ 16 ഭാഷകളിൽ കുമ്പസാരം കേട്ടു. സ്വാഹിലി, വിയറ്റ്നാമീസ്, സ്ലോവാക്ക്, ചൈനീസ് ഭാഷകളിൽ പോലും കുമ്പസാരം കേൾക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. യുവജനങ്ങൾക്ക് കുമ്പസാരത്തിന് ഒരുങ്ങുന്നതിനായി യുകാറ്റ് കുമ്പസാരം എന്ന പുസ്തകത്തിന്റെ കോപ്പികൾ സൗജന്യമായി വിതരണം ചെയ്തിരുന്നു. ഇറ്റാലിയൻ, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ ഭാഷകളിലായിരുന്നു പുസ്തകങ്ങൾ. റോമിൽ നടന്ന യുവജന ജൂബിലിക്ക് സമാപനം. 10 ലക്ഷത്തിലധികം യുവജനങ്ങളാണ് പാപ്പയുടെ ദിവ്യബലിയിൽ പങ്കെടുത്തത്. റോമിൽ യുവജന ജൂബിലിക്ക് സമാപനം കുറിച്ചുകൊണ്ട് ലയോ 14-ാമൻ പാപ്പ അർപ്പിച്ച ദിവ്യബലിയിൽ പങ്കെടുത്തത് 10 ലക്ഷം യുവജനങ്ങൾ. ശനിയാഴ്ച നടന്ന ജാഗരണ പ്രാർത്ഥനയിൽ സംബന്ധിച്ച യുവജനങ്ങളിൽ നല്ലൊരു ശതമാനവും തുറസായ സ്ഥലത്തെ ടെന്റുകളിലും സ്ലീപ്പിംഗ് ബാഗുകളിലും പായകളിലും കിടന്നുറങ്ങിയാണ് പിറ്റേന്നത്തെ കുർബാനയിൽ പങ്കെടുത്തത്. പച്ച നിറത്തിലുള്ള തിരുവസ്ത്രം ധരിച്ച 450 മെത്രാന്മാരും 700 വൈദികരും വിശുദ്ധ കുർബാനയിൽ പാപ്പയ്ക്കൊപ്പം പങ്കെടുത്തു. റോമിന്റെ മധ്യഭാഗത്ത് നിന്ന് 40 മിനിറ്റ് സമയം ഡ്രൈവ് ചെയ്തെത്താവുന്ന ടോർവെഗാറ്റയിലായിരുന്നു പരിശുദ്ധ കുർബാന അർപ്പിച്ചത്. 70 ഫുട്ബോൾ മൈതാനങ്ങളുടെ വലുപ്പമുണ്ട് ഈ ഗ്രൗണ്ടിന്. വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പ റോമിൽ അവസാനമായി യുവജന സമ്മേളനം സംഘടിപ്പിച്ചതിന് 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വർഷം യുവജന ജൂബിലി നടന്നത്. 2023 ലിസ്ബണിൽ നടന്ന ലോക യുവജന ദിനത്തിലാണ് ഫ്രാൻസിസ് പാപ്പ 2025 യുവജന ജൂബിലിയെക്കുറിച്ച് പ്രഖ്യാപനം നടത്തിയത്. ഈ ആഴ്ചയിലെ വത്തിക്കാൻ ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കണ്ടുമുട്ടാം.